Good morning to all. Always say good morning to me. Very nice. Okay. How are you, children? I am fine. Thank you. Teacher, how are you? ചോദിച്ചാൽ സുഖമാണോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്? എനിക്ക് സുഖമാണെന്ന് പറയണല്ലേ. I am fine. Thank you. Say I am fine. Thank you. Okay, very good. Okay, all of you stand up. എല്ലാരും എണീറ്റിരുന്നേ. ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നേ. കൈയൊക്കെ ഇങ്ങനെ രണ്ട് സൈഡ് നന്നായിട്ട് ഇങ്ങനെ കാത്തിട്ട് അറ്റൻഷൻ ആയിട്ട് നിൽക്കണം. ഓക്കെ, അപ്പം നമ്മുടെ അസംബ്ലി ടൈമിൽ ടീച്ചർ എപ്പോഴും പറയും അറ്റൻഷൻ ആയിട്ട് നിൽക്കുമ്പോൾ വേറെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്നും നോക്കരുത്, ടീച്ചറിനെ മാത്രമേ നോക്കാവൂ കേട്ടോ. വേറെ എങ്ങോട്ട് നോക്കരുത്. നമ്മൾ ടീച്ചറും നിങ്ങൾ മാത്രമേ ഉള്ളൂ. ടീച്ചറിനെ മാത്രം നോക്കണം. ഓക്കെ, എല്ലാവരും അറ്റൻഷൻ ആയിട്ട് നിന്നോ? ആ ടീച്ചർ എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് എസ് ടീച്ചർ എന്ന് പറയണം മറുപടി കേട്ടോ. എസ് ടീച്ചർ. എല്ലാവരും നേരെ നിന്നല്ലോ, അറ്റൻഷൻ ആയിട്ട് നിന്നല്ലോ. എസ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, അങ്ങനെ നിന്നോ, അറ്റൻഷൻ ആയിട്ട് നിന്നോ. ടീച്ചറിനെ മാത്രമേ നോക്കാവൂ, വേറെ എങ്ങും നോക്കരുത്. എല്ലാവരും ടീച്ചറിനെ നോക്കേ. ടീച്ചറിനെ നോക്കിയോ എല്ലാവരും? ഓക്കെ, 5 lines of APJ. I am the best. I can do it. God is always with me. I am a winner. Today is my day. Thank you all. ഓക്കെ, ഇനി വാമപ്പ് ചെയ്യാം. അവിടെ നിൽക്കുക, അറ്റൻഷൻ ആയിട്ട് നിൽക്കുക. നല്ല കുട്ടികളല്ലേ എല്ലാരും? ഗുഡ് ഓർ ബാഡ്? ഗുഡ് ആണല്ലേ, നല്ല കുട്ടികളാണ് എല്ലാരും. അപ്പൊ അറ്റൻഷൻ ആയിട്ട് നിന്നേ. അപ്പൊ ടീച്ചറെ ഹാൻഡ്സ് അപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞിട്ട് വേണം ഹാൻഡ്സ് അപ്പ് ചെയ്യാൻ. ഓക്കെ, ഹാൻഡ്സ് അപ്പ്, ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് അപ്പ്, hands down. 1 2 3 4. 1 2 3 4. 1 2 3 4. Okay, okay, all of you jump. Stop. Jump. Stop. Okay, all of you clap. Stop. Clap. Stop. Okay. Clap and jump. Stop. Clap and jump. Stop. Okay, very good. അപ്പൊ എല്ലാരും അറ്റൻഷൻ ആയിട്ടോ നിന്നേ. ഇപ്പൊ ജമ്പ് ചെയ്ത് ക്ലാപ്പ് ആൻഡ് ജമ്പ് ഒക്കെ ചെയ്ത് നിന്നെടുത്ത് നിന്നൊക്കെ ഒരുപാട് പോയി കാണും ദൂരോട്ട് അല്ലേ? അതോ അവിടെ തന്നെ നിൽക്കുകയാണോ? ആഹാ, അവിടെ തന്നെ നിൽക്കുക. അപ്പൊ നല്ല കുട്ടികളാണല്ലോ എല്ലാരും. ഓക്കെ, ഓക്കെ, അറ്റൻഷൻ ആയിട്ട് നിന്നോ എല്ലാരും? അപ്പൊ എല്ലാരും കൂടെ ടീച്ചറിന് ഒരുമിച്ചൊന്ന് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തേ. Okay, good morning to all. നല്ലൊരു സ്മൈൽ ചെയ്തേ എല്ലാരും.
Very good. Okay, let me sit down. Okay, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷമാണല്ലേ? എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ? പുറത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് കുട്ടികൾക്കൊന്നും പുറത്തു പോകാനൊന്നും പറ്റില്ല അല്ലേ? എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുകയാണെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരികയാണ് അല്ലേ? LKG വന്നു, LKG ക്ലാസ് തുടങ്ങി ഇപ്പം ഇത്രയും ദിവസമായി നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരികയാണ് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് GK എന്ന് പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് ടീച്ചറിന് ആൻസർ ചെയ്യണം GK. ഓക്കെ ഓക്കെ. How many states are there in India? How many states are there in India? Say loudly. 28. Okay. Name of national song? Vande Mataram. Okay. Who wrote the national anthem? Rabindranath Tagore. Okay. How many legs does a butterfly have? 6. Okay. Which is the tallest animal on the earth? Tallest animal. Giraffe. Okay, say loud orka parayanam keto. Which part of human skeleton protects our brain? Skull. Name the holy book of Christian. Bible. Okay, how many colors are there in the Olympics rings? 5 colors. Okay. How many legs does an ant has? 6. Okay. Which reptile moves slow on the land? Tortoise. Say tortoise. Okay. Next, which is the national tree of India? Banyan tree. See, national tree of India, banyan tree. Okay. What color is your sky? Blue. Which is the biggest railway station in Kerala? Shornur. How many players are in cricket team? 11. Okay. Which color of traffic light indicate the vehicle to go? Green. Ellaru orka para. Green. Okay. How many days in a week? 7. Which vehicle fly in the air? Aeroplane. Okay. Who is father of computer? Charles Babbage. Charles Babbage. Okay. Next, which is the biggest fruit? Jackfruit. Say biggest fruit. Jackfruit. Okay. Which is the national fruit? Mango. National fruit? Mango. Okay, teacher nadu pellanu parayane. Which is the capital of Kerala? Capital of Kerala, Thiruvananthapuram. Capital of Kerala, Thiruvananthapuram. Okay. Who is the first Prime Minister of India? Who is the first Prime Minister of India? Jawaharlal Nehru. Okay. How many fingers are in your legs? 10. Okay. What is the color of sky in moon? Moon വരുമ്പോൾ എന്താണ് സ്കൈയുടെ കളർ എന്താണ്? Black. Okay. Which sense organ used to smell? Nose. Okay. Which is called a leafy vegetable? Cabbage. Okay, very good.
Next, how many bones are there in our body? 206. 206. Okay. Next, which organ help us to think? ഏത് organ ആണ്? Brain. Which organ help us to think? Answer, brain. Okay. Next ഏതാണ്? Which organ help us to breathe? Lungs. Okay. Which is the fastest land animal in the world? Cheetah. Okay. Who discovered electric bulb? Thomas Alva Edison. Who discovered electric bulb? Thomas Alva Edison. Okay. Okay, very good. അപ്പോൾ നമ്മൾ GK എത്രയാണല്ലേ പഠിച്ചിരുന്നത് അല്ലേ? Okay, അപ്പോൾ GK ഒക്കെ ടീച്ചറിനോടൊപ്പം എല്ലാവരും പറയണം കേട്ടോ. Okay, very good. Next നമ്മളുടെ ഇംഗ്ലീഷ്. Okay. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിട്ട് വരുന്ന റിഫ്രഷ് ചെയ്ത് വരാം. Okay. എല്ലാവരും ഓക്കെ ആണല്ലോ? റെഡി ആണല്ലോ? ആർ യു റെഡി? യെസ്. യെസ് ടീച്ചർ. ഓക്കെ. ഫസ്റ്റ് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പഠിച്ചത്? കളേഴ്സ് പഠിച്ചു അല്ലേ? എന്തൊക്കെ കളേഴ്സാ പഠിച്ചേ? റെഡ് ആപ്പിൾ, ബ്ലൂ സ്കൈ, ഓറഞ്ച് പംകിൻ, യെല്ലോ ബനാന, green leaf and purple brinjal. Okay. Okay, ഒന്നുകൂടെ പറയണോ? Red apple, blue sky, orange pumpkin, yellow banana, green leaf, purple brinjal. Okay. Next my letter A. A for apple. Ant. Axe. Ambulance. Alligator. Almond. Arrow and angle. Okay. Next, my letter A after B. B for ball, balloon, bird, bee, beer, bag, book and bus. ടീച്ചറിനോട് എല്ലാവരും പറയണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ആർ യു സ്ലീപ്പിംഗ്? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ആക്ഷൻ കാണിച്ച് പാടണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. Are you sleeping? Are you sleeping? Brother John, Brother John. Morning bells are ringing, morning bells are ringing. Ding dang dong, ding dang dong. Okay, sit down. Okay, my letter A, my letter B. Next, my letter C. C for car, cow, carrot, camel, cat, candle, clock and cap. Okay. Next, my letter C after my letter D. D for drum. What if you say D for
drum. Duck. Dove. Dolphin. Dog. Doll. Deer. And donkey. Okay, my letter D പഠിച്ചു. അത് നമ്മൾ ding dong bell. All of you stand up. നന്നായിട്ട് പാടാൻ ടീച്ചറിനോട് കേട്ടോ. സ്റ്റാർട്ട് പറയുമ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. Ding dong bell, pussy's in the well. Who put in her little Tommy tin? Who pulled her out, little Tommy stout? What a naughty boy was that to drown poor pussycat. Okay, എന്നിട്ട് പാടണോ? എന്നിട്ട് പാടി നോക്കാം. Okay, start. Ding dong bell, pussy's in the well. Who put in her little Tommy tin? Who pulled her out, little Tommy stout? What a naughty boy was that to drown poor pussycat. Okay, all of you sit down. Okay, അപ്പോൾ next എന്താണ്? My letter E. E for elephant. Ick. Elbow. Engine. Envelope. Eskimo. An exercise. Okay, അപ്പോൾ my letter E പഠിച്ചു. പിന്നെ എന്താണ് my letter F? My letter E after my letter F. F for fish. Fan. Frog. Fox. Flower. Fridge. Fork. And fire engine. Okay, next എന്താ? നെക്സ്റ്റ് നമ്മൾ thirsty crowന്റെ സ്റ്റോറി നമുക്ക് പറയാം. thirsty crowന്റെ സ്റ്റോറി എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, അപ്പം it was a hot sunny day. നല്ല പ്രകാശമൊക്കെ ഉള്ള ചൂടൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു അല്ലേ? A thirsty crow was looking for water. നമ്മുടെ ക്രോയ്ക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ക്രോ എന്ത് അന്വേഷിച്ചിരിക്കുകയായിരുന്നു? നടക്കുമായിരുന്നു, പറക്കുമായിരുന്നു? വാട്ടർ അന്വേഷിച്ച് പറന്നു പോവുകയായിരുന്നു അല്ലേ? thirsty crow was looking for water. It was a hot sunny day. A thirsty crow was looking for water. വാട്ടർ അന്വേഷിച്ച് പോവായിരുന്നു. അപ്പൊ എന്താ? He searched for a long time. കുറേ സമയം സെർച്ച് ചെയ്തു. At last, അവസാനം he saw a pot with a little water at the bottom. അപ്പൊ ഒരു പോട്ട് കണ്ടു അല്ലേ? ഒരു കുടം കണ്ടു. അവിടെ കുടത്തിന്റെ എവിടെയായിരുന്നു വാട്ടർ? ബോട്ടം, ഏറ്റവും അടിയിലായിട്ട് ബോട്ട ഭാഗത്തായിരുന്നു വാട്ടർ. അപ്പൊ നമ്മുടെ ക്രോവിന് കുടിക്കാൻ പറ്റിയോ? He tried to drink but could not reach the water. ഒരുപാട് ട്രൈ ചെയ്തു കുടിക്കാനായിട്ട്, പക്ഷെ പറ്റിയോ? ഇല്ല. Okay, next എന്താ? He started thinking and came up with an idea. അപ്പൊ എന്താ? ചിന്തിക്കാൻ തുടങ്ങി അല്ലേ? അപ്പൊ പെട്ടെന്ന് എന്ത് വന്നു? ഒരു ഐഡിയ തോന്നി നമ്മുടെ ക്രോവിന്. എന്ത് ഐഡിയ? He saw some bubbles nearby. നമ്മുടെ ക്രോ കാണുന്നുണ്ടായിരുന്നോ? കുറച്ച് അവിടെയൊക്കെ ബബിൾസ്, കല്ലുകൾ കിടക്കുന്നത് നമ്മുടെ ക്രോ കണ്ടു. അപ്പൊ ക്രോന് തോന്നിയ ഐഡിയ എന്താണെന്നറിയോ? He picked and dropped them into the pot one by one. ബബിൾസ് ഒക്കെ ഓരോന്ന് എടുത്തോണ്ട് വന്ന് എവിടെ ഇട്ടു? പോട്ടിലോട്ട് ഇട്ടു അല്ലെ? കുടത്തിലോട്ട് ഇട്ടു. The water came up. അപ്പൊ എന്ത് സംഭവിച്ചു? വാട്ടർ മുകളിലോട്ട് വന്നു. The crow drank the water and flew away happily. അങ്ങനെ നമ്മുടെ ക്രോ വാട്ടർ കുടിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് പറന്നു പോയി കേട്ടോ. ഓക്കെ, ഈ സ്റ്റോറി ടീച്ചറിന് പറഞ്ഞു തരണേ. ഓക്കെ, think before, moral of the story is think before you act.
ആക്ട്, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് പ്രവർത്തിച്ച് നമ്മൾ നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കാര്യവും ചെയ്യാവൂ. പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. ഓക്കെ, എല്ലാവർക്കും സ്റ്റോറി മനസ്സിലായി അല്ലേ? സ്റ്റോറി മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായ സ്റ്റോറി? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച് തരുമല്ലോ എല്ലാവരും? ഓക്കെ ഓക്കെ. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈ ലെറ്റർ ജി. ഏതാണ്? മൈ ലെറ്റർ ജി. അപ്പം നമ്മൾ ഈ എഫ് വരെ പഠിച്ചു, മൈ ലെറ്റർ എഫ് വരെ പഠിച്ചു. ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് മൈ ലെറ്റർ ജി, ക്യാപിറ്റൽ ലെറ്റർ ജി ആൻഡ് സ്മോൾ ലെറ്റർ ജി. ഓക്കെ, അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എ and small letter a. Okay, capital letter B and small letter b. പഠിച്ചു അല്ലേ? Capital letter C, small letter c. Capital letter D and small letter d. Okay, next capital letter E, small letter e. Capital letter F and small letter f. Today we are going to learn about capital letter R, G and small letter G. Okay, capital letter G, small letter G. പറഞ്ഞേ എല്ലാവരും ഒരുപോലെ പറഞ്ഞേ, മൈ ലെറ്റർ ജി. അപ്പൊ ഇന്നെന്താ നമ്മൾ പഠിക്കുന്ന? മൈ ലെറ്റർ ജി. ഓക്കെ, നമുക്ക് നോക്കാം. ജി വെച്ച് നമുക്ക് ന്യൂ വേർഡ്സ് പഠിക്കണ്ടേ? പഠിക്കണോ? yes or no? yes, പഠിക്കണ്ടേ നമുക്ക്? അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മൾ ജി വെച്ച് പഠിക്കാൻ പോകുന്നത്? ഒന്ന് പറയാവോ? നമ്മൾ A for apple, B for ball, C for cat, D for dog, E for egg, F for fish. ഇതൊക്കെ പഠിച്ചു. അപ്പൊ G for എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒന്ന് പറയാമോ എല്ലാവർക്കും? G for എന്തായിരിക്കും? അപ്പൊ നമുക്ക് പറയാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ടീച്ചർ പിക്ചർ കാണിക്കാം. G for girl. G for girl. ഗേളിന്റെ പിക്ചർ കണ്ടോ എല്ലാവരും? all of you say G for girl. G for girl. Okay, next G for glass. Say glass. G for glass. എന്താ പിക്ചറിൽ കാണുന്നേ? ഗ്ലാസ്. ഓക്കെ, നെക്സ്റ്റ് G for gorilla. What is this? Gorilla. G for gorilla. Okay, gorilla കണ്ടോ എല്ലാവരും? G for gorilla. Okay, next G for gum. G for gum. പിക്ചർ നോക്കിക്കാണോ എല്ലാവരും കേട്ടോ? G for gum. gum കണ്ടോ? Okay, next G for grass. G for grass. എന്താ ഒന്ന് പറഞ്ഞാലും? G for grass. Okay, next G for goat. G for goat. G for goat. Okay, goat നെ കണ്ടോ? G for goat. Next G for goldfish. Goldfish നെ കണ്ടോ എല്ലാവരും? G for goldfish.
പറഞ്ഞേ goldfish. Okay, G for goldfish. കണ്ടല്ലോ goldfish നെ. Next, G for guitar. The guitar. All of you say guitar. G for guitar. Okay, all of you clear? Clear ആയോ എല്ലാവർക്കും? Okay, അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് പേജ് നമ്പർ 32 ആണ്. ക്ലാസ് കഴിയുമ്പോൾ ഒരു 5 ടൈംസ് റീഡ് ചെയ്യണം കേട്ടോ. അത് പിക്ചർ കണ്ടിട്ട് അമ്മ പറഞ്ഞു തരുമ്പോൾ ഒരു 5 ടൈംസ് വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ആ പിക്ചർ കണ്ട് ഗേൾ, ഗ്ലാസ്, ഗൊറില്ല റീഡ് ചെയ്യണം. പിന്നെ ടീച്ചറിന്റെ വോയിസ് 1 ടൈം ആയിട്ട് തന്നാൽ മതി. അല്ലാതെ ഒരു 5 ടൈംസ് റീഡ് ചെയ്യണം എല്ലാവരും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് മൈ ലെറ്റർ ഏതാ പഠിച്ചത്? ജി പഠിച്ചു. മൈ ലെറ്റർ ജി. ക്യാപിറ്റൽ ലെറ്റർ ജി, സ്മോൾ ലെറ്റർ ജി. ഓക്കെ, അപ്പം ജി വെച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ജി ഫോർ ഗേൾ, ക്ലാസ്, ഗോറില്ല, gum, grass, goat, goldfish and guitar. ഒന്നുകൂടെ നമുക്ക് പറയാം. My letter G. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. നമ്മൾ പഠിച്ചെന്താ? My letter G. G for girl. G for glass. G for gorilla. G for gum. G for grass. G for goat. G for goldfish. G for guitar. Okay, all of you stand up. My letter G. All of you say my letter G. G for, say loudly, girl, glass, gorilla, gum, grass, goat, goldfish and guitar. Okay, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഒരു 5 ടൈംസ് റീഡ് ചെയ്യണം കേട്ടോ. അമ്മ പറഞ്ഞു തരുമ്പോൾ ഒരു 5 ടൈംസ് ഇതെല്ലാവരും റീഡ് ചെയ്യുക. എന്നിട്ട് ടീച്ചറിന് 1 ടൈം ഒരു വോയിസ് മെസ്സേജ് അയച്ചു തരിക. എല്ലാവരും ചെയ്തു തരണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് മൈ ലെറ്റർ ജി പഠിച്ചു അല്ലേ? എ ബി സി ഡി ഇ എഫ് ജി വരെ നമ്മൾ പഠിച്ചു അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ജി വരെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടെക്സ്റ്റ് എടുക്കുക. പേജ് നമ്പർ 16. പേജ് നമ്പർ 16 കളർ ദ ലാമ്പ് നീറ്റ്ലി. അപ്പം ലാമ്പ് കണ്ടോ? ഒരു ലാമ്പിന്റെ പിക്ചറാണ്. അത് നന്നായി നീറ്റ് ആയിട്ട് എല്ലാവരും കളർ ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, കളർ ദ ലാമ്പ് നീറ്റ്ലി. നല്ല നീറ്റ് ആയിട്ട് കളർ ചെയ്തിട്ട് ടീച്ചർ എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. സെൻഡ് ചെയ്ത് തരുമല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോഴും നമ്മുടെ കർസീവ് നമ്മൾ എവിടെ വരെ പഠിച്ചത്? നമ്മൾ ഡ വരെ പഠിച്ചു അല്ലേ? നമ്മൾ ഡ വരെ പഠിച്ചു. അപ്പം നമ്മൾ ഇന്ന് ടീച്ചർ പുതിയ അടുത്ത കർസീവ് ലെറ്റർ പഠിപ്പിക്കാൻ പോവുകയാണ്. എളുപ്പമാണ് എഴുതാൻ, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു വരാം. A says A. B says B. C says K. D says D. ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് E says A. ഇതിന്റെ സൗണ്ട് എന്താണ്?
കർസീവ് എഴുതുന്ന സമയത്ത് ആ എഴുതുമ്പോ എ സേസ് ആ ഓരോ വട്ടം എഴുതുമ്പോ പറഞ്ഞു എഴുതണം കേട്ടോ. എ സേസ് ആ, എ സേസ് ആ, എ സേസ് ആ. ബ എഴുതുമ്പോ ബി സേസ് ബ, ബി സേസ് ബ, ബി സേസ് ബ, സി സേസ് ക, സി സേസ് ക. എഴുതി പറഞ്ഞു എഴുതണം കേട്ടോ. പറഞ്ഞ് എഴുതണം. ഡി സേസ് ഡ, ഡി സേസ് ഡ കേട്ടോ. ഓക്കെ. ഇ സേസ് എ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇ സേസ് എ. all of you say ഇ സേസ് എ. ഇയുടെ സൗണ്ട് എന്താണ്? എ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചെഴുതണം. ടീച്ചർ സൂം ചെയ്ത് കാണിച്ചു തരും. ലൈൻസ് ഒക്കെ നോക്കി ആ ബ എഴുതുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ലൈൻസ് ഒക്കെ നോക്കിയിട്ട് ബ എങ്ങനെ എഴുതുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് കർസീവ് എഴുതി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോട്ട്ബുക്ക് എടുക്കുക. ടീച്ചർ എഴുതുമ്പോൾ ടീച്ചറോടൊപ്പം എഴുതുക. ഓക്കെ. അപ്പൊ നമ്മൾ കർസീവ് ഫസ്റ്റ് എന്താ നമ്മൾ കർസീവ് പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് കർസീവ് പഠിച്ച സ്ട്രോക്ക് എഴുതാനായിരുന്നു അല്ലേ? നമ്മുടെ 4 ലൈൻ എല്ലാവരും കണ്ടല്ലോ. ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 അല്ലേ? 4 ലൈൻ കണ്ടല്ലോ. 4 ലൈൻ 1 2 3 4. ഓക്കെ. അപ്പം ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊക്കെ ലൈൻസ് ആണ് നമ്മൾ എഴുതുന്നതെന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമുക്ക് സ്ട്രോക്ക് എഴുതാം. ശ്രദ്ധിക്കണേ എല്ലാവരും. കണ്ടോ? സ്ട്രോക്ക് എഴുതിയത് കണ്ടോ? കണ്ടല്ലോ എല്ലാവരും. ഓക്കെ. അപ്പം സ്ട്രോക്ക് എഴുതിയത് എല്ലാവരും കണ്ടല്ലോ. ലൈൻസ് ഒക്കെ കണ്ടു. ഓക്കെ. പിന്നെന്താ നമ്മൾ പഠിച്ചത് സ്ട്രോക്ക് എഴുതിയതിന് ശേഷം? ഒന്ന് പറഞ്ഞേ എല്ലാവരും. എ സേസ് ആ എഴുതാൻ പഠിച്ചു. എങ്ങനാ? ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. ലൈൻസ് നോക്കണേ. പെൻസില് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണേ. എടുക്കരുത് പെൻസില്. എ സേസ് ആ പറഞ്ഞേ എല്ലാവരും. എ സേസ് ആ. കണ്ടോ? ടീച്ചർ എഴുതിയത് കണ്ടോ? ആ 2 ലൈന് പുറത്ത് പോയിട്ടില്ല. കണ്ടോ? അപ്പം ലൈൻസ് ശ്രദ്ധിച്ചാൽ മതി ടീച്ചർ എഴുതുമ്പോൾ. ഒന്നും കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് സ്ട്രോക്ക് എഴുതി. പിന്നെന്താ? ഒരു സിറോ പോലെ വന്ന ഒരു ചെറിയ വാലിട്ട് കൊടുത്ത് എ സേസ് ആ. മൗത്ത് നല്ല ഓപ്പൺ ചെയ്ത് പറയണം. കണ്ടല്ലോ? ഫസ്റ്റ് നമ്മൾ സ്ട്രോക്ക് എഴുതിയിട്ട് നമ്മൾ ആ എഴുതി. എ സേസ് ആ. പറഞ്ഞേ എല്ലാവരും. എ സേസ് ആ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ബ്. ശ്രദ്ധിക്കണേ എല്ലാവരും. ബ് എഴുതുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടല്ലോ? മുകളിലത്തെ ആ റെഡ് ലൈനിൽ തട്ടി പെൻസിൽ എടുക്കരുത് അവിടുന്ന് കേട്ടോ. എവിടെ വന്നിട്ടാ നമ്മൾ വാലിടുന്ന കണ്ടോ? ആ ലൈനിൽ തട്ടിയിട്ടാണ് നമ്മളൊരു ചെറിയ വാലിട്ട് കൊടുക്കുന്നത്. ബി സേസ് ബ്. ഓക്കെ. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ബി എഴുതുന്ന ബി സേസ് ബ്. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് എഴുതി. പിന്നെ നമ്മൾ എ സേസ് ആ. ബ് കണ്ടല്ലോ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന്? ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. ബി സേസ് ബ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? പിന്നെ നമ്മൾ ക എഴുതാൻ പഠിച്ചു അല്ലേ? സി സേസ് ക. സിമ്പിളാണ് എഴുതാൻ അല്ലേ? സ്ട്രോക്ക് എഴുതി വന്നിട്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. സി സേസ് ക. കണ്ടല്ലോ? അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞേ. എ സേസ് ആ, ബി സേസ് ബ, സി സേസ് ക. എല്ലാരും ഉറക്കെ പറഞ്ഞേ. സി സേസ് ക. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ഡ. ഡി സേസ് ഡ. കണ്ടല്ലോ? സിമ്പിൾ അല്ലേ എഴുതാൻ? ഡി എങ്ങനെ എഴുതിയെന്ന്? ഡി സേസ് ഡ എങ്ങനെയാ നമ്മൾ എഴുതിയത്? നമ്മൾ ആ പോലെ എഴുതിയതിന് ശേഷം ശ്രദ്ധിച്ചോണേ എല്ലാവരും. ആ പോലെ വന്ന് കണ്ടോ? സ്ട്രോക്ക് എഴുതി ആ പോലെ വന്ന് മുകളിലെ റെഡ് ലൈനിൽ തട്ടി പെൻസിൽ അവിടെ നിന്ന് എടുക്കരുത് കേട്ടോ. പതുക്കെ എഴുതാം. അപ്പം ഡി സേസ് ഡ. ഒന്ന് പറഞ്ഞേ എല്ലാവരും. ഡി സേസ് ഡ. അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ സ്ട്രോക്ക് എഴുതാൻ പഠിച്ചു. പിന്നെ നമ്മൾ എ സേസ് ആ, ബി സേസ് ബ, നെക്സ്റ്റ് സി സേസ് ക, ഡി സേസ്
ഡ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇ സേസ് എ. ഈന്റെ സൗണ്ട് എന്താണ്? ശ്രദ്ധിച്ചോണേ എല്ലാവരും. നോക്കേ എങ്ങനെയാ ടീച്ചർ എഴുതുന്നതെന്ന്. പതുക്കെ കൊണ്ടുവന്ന് ഒന്ന് വളച്ച് കൊണ്ടുവന്നിട്ട് കണ്ടോ? ഇ സേസ് എ. ഇ സേസ് എ. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇതിന്റെ സൗണ്ട് എന്താണ്? ഇ സേസ് എ. ശ്രദ്ധിച്ചോണേ എല്ലാവരും. ഇ സേസ് എ. കണ്ടോ എല്ലാവരും? ഇ സേസ് എ. ഓക്കെ, നമ്മൾ ഒന്ന് പറഞ്ഞു വരാം. ഫസ്റ്റ് നമ്മൾ സ്ട്രോക്ക് എഴുതി. എ സേസ് ആ. ബി സേസ് ബ. പറഞ്ഞേ. സി സേസ് ക. ഡി സേസ് ഡ. ഇ സേസ് എ. ആ 2 ലൈനിൽ പുറത്ത് പോകരുത് കേട്ടോ. ഇ സേസ് എ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചത്? ഇ സേസ് എ. ഇതിന്റെ സൗണ്ട് എന്താണ്? എ. അപ്പൊ നമ്മളുടെ മറ്റേ റൈം ഒന്ന് ചൊല്ലി നോക്കിയാലോ നമുക്ക്. ഫോണിക് സോങ് ലൈൻസ് റൈം ഒന്ന് ചൊല്ലി നോക്കിയാലോ. ഓക്കെ. Ants on the apple. Is the sound of the letter A. Balls are bouncing. B. Is the sound of the letter B. Caterpillar coughing. K is the sound of the letter C. Dolls are dancing. D is the sound of the letter D. Eggs in the egg cup. A is the sound of the letter E. Eggs in the egg cup. A is the sound of the letter E. Okay, ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ക്ലിയർ ആയോ? അപ്പൊ ഇന്ന് ടീച്ചറിന് ചെയ്യേണ്ടത്, ഇത് നമ്മുടെ 4 ലൈൻ ബുക്ക് എടുത്തിട്ട് ഇ സേസ് എ 2 പേജ് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യണം. എന്നിട്ട് ആഡ് ടു എ വര 2 ടൈം എഴുതി ടീച്ചറിന് അയച്ചു തരാം കേട്ടോ. ഇ സേസ് എ 2 പേജസ് എഴുതുക. ആഡ് ടു എ വര 2 ടൈംസ് എഴുതിയിട്ട് ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, സെൻഡ് ചെയ്ത് തരാമല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് മാത്സ് നോക്കാം. മാത്സ് നമ്മൾ എത്രയൊക്കെ പഠിച്ചു? എവിടെ വരെ പഠിച്ചു നമ്മൾ മാത്സ്? എന്നിട്ട് നമുക്കൊന്ന് പറയാം അല്ലേ. ബിഗ് സ്മോൾ. ബിഗ് വലുത്, സ്മോൾ എന്താ? ചെറുത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? ലോ, ഷോർട്ട്, ടോൾ, ഷോർട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ഹെവി. ഹെവി എന്താ? ഭയങ്കര വെയിറ്റ് അല്ലേ? ഹെവി. ലൈറ്റ്. ലൈറ്റ് എന്താ? വെയിറ്റ് കുറവ് അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ മോർലെസ്. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ മോർ പറയും, കുറച്ചാണെങ്കിൽ നമ്മൾ എന്താ പറയും? ലെസ് എന്ന് പറയും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 1 2 3 എഴുതി നോക്കാം. നമ്മൾ 5 വരെ പഠിച്ചു. Surrounding. 1 2 3 4 5. Okay, now let me stand up. 1, say loudly. 1 2 3 4
1 2 3 4 5. അപ്പം നമുക്ക് മൺഡേയില് ഇന്നിപ്പോൾ ഫ്രൈഡേ ഇല്ലേ, സാറ്റർഡേ ആൻഡ് സൺഡേ 2 days ഉണ്ട്. 1 to 5 വരെ കാണാതെ എഴുതാൻ പഠിക്കണം കേട്ടോ. നമുക്ക് മൺഡേയിൽ ടീച്ചർ പറയാം, മൺഡേയിലെ വീഡിയോയിൽ ടീച്ചർ പറയാം. അപ്പം 1 to 5 വരെ എല്ലാവരും 2 ദിവസം കൊണ്ട് കാണാതെ എഴുതി പഠിക്കണം. പഠിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ടീച്ചർ 4 കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 4 എന്ന് പറയണം. അപ്പം എന്ത് വേണം? പറഞ്ഞെഴുതണം. 1 1 1 1 1 ഏതാണെന്ന് പറഞ്ഞെഴുതണം. 2 എഴുതുമ്പോൾ പറഞ്ഞെഴുതണം. 3 4 5. അപ്പം ഇത് 2 ദിവസം ഉണ്ട്. എല്ലാവരും പഠിക്കണേ. 1 to 5 വരെ എല്ലാവരും പഠിക്കണേ, എഴുതി പഠിക്കണം കേട്ടോ. അപ്പം 1 to 5 വരെ ഒരു 1 time എഴുതിയിട്ട് ടീച്ചറിന്റെ ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരണം ഇന്ന് കേട്ടോ എല്ലാവരും. 1 to 5 വരെ. ഓക്കെ. അപ്പം ഇന്ന് ടീച്ചർ ഒരു ഹോംവർക്ക് ഉണ്ട്. പേജ് നമ്പർ 66 കേട്ടോ. പേജ് നമ്പർ 66 കളർ കൗണ്ട് ആൻഡ് റൈറ്റ്. ഫസ്റ്റ് വേണ്ടുന്നത് ഈ പിക്ചർ കളർ ചെയ്യണം. നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് കളർ ചെയ്തതിന് ശേഷം ഇതേ കണ്ടോ നമ്മളുടെ ബട്ടർഫ്ലൈ ഇവിടെ കൗണ്ട് ചെയ്ത് ബട്ടർഫ്ലൈ ഇവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ് ലീഫ്, നമ്മളിവിടെ കളർ ചെയ്യുമല്ലോ, ലീഫിന് ഗ്രീൻ കളറല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം ലീഫ് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഈ ബോക്സിൽ എഴുതണം. നെക്സ്റ്റ് ഫ്ലവർ, അപ്പം നമ്മളുടെ ഈ ഇതിൽ എത്ര ഫ്ലവർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് ഈ ബോക്സിൽ എഴുതണം. തന്നെ ചെയ്യണം എല്ലാവരും. കൗണ്ട് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും തന്നെ ചെയ്യണം. അതായത് ടീച്ചർ ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. കളർ കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പം കളർ ചെയ്തു, കൗണ്ട് ചെയ്ത് എഴുതി തരണം. റൈറ്റ്, കൗണ്ട് ആൻഡ് റൈറ്റ് ടീച്ചർ എഴുതി ഹോംവർക്ക് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കൗണ്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ നമ്മളുടെ പെൻസിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഫിംഗർ വെച്ചിട്ട് പതുക്കെ, ഇപ്പം ലീഫാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 പതുക്കെ കൗണ്ട് ചെയ്യണം. പെട്ടെന്ന് കൗണ്ട് ചെയ്ത് പോയാൽ തെറ്റും. കൗണ്ട് ചെയ്ത് എത്ര നമുക്ക് കിട്ടുന്നോ അത് നമ്മൾ എഴുതണം. ഓക്കെ. എല്ലാവരും ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരുമല്ലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് EVS നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. EVS നമ്മൾ ഫസ്റ്റ് നമ്മൾ മൈ പേജ്, ഐ എം എ ബോയ്, ഐ എം എ ഗേൾ അല്ലേ, അത് പഠിച്ചു. നെക്സ്റ്റ് മൈ ബോഡി എന്തൊക്കെയായിരുന്നു? ഹെഡ്, ഫോർഹെഡ്, ഐസ്, നോസ്, ear, neck, shoulder, shoulder ഇതാണ് shoulder, chest, hand, fingers, stomach, leg, knee, foot and toes. ഇങ്ങനെ നമ്മൾ പഠിച്ചു അല്ലേ? I walk with my legs. Okay, I hold with my hands. I carry with my head. Okay, I smell with my nose. I kick with my leg. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ഗുഡ് ഹാബിറ്റ്സ് അല്ലേ, എല്ലാവരും നന്നായിട്ട് ടീച്ചറുടെ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ പറഞ്ഞു പഠിച്ചു കേട്ടോ. വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമുക്കൊന്ന് ആക്ഷൻ കാണിച്ച് പറഞ്ഞാലോ. നമ്മൾ ഉറങ്ങി കിടക്കണേ. വേക്ക് അപ്പ്, നമ്മുടെ ഐസ് ഒക്കെ ഓപ്പൺ ചെയ്ത് അല്ലേ. എല്ലാവരും ഒന്ന് ആക്ഷൻ കാണിച്ചേ. ഇങ്ങനെ ഐസ് ക്ലോസ് ചെയ്തിട്ടൊന്ന് കാണിച്ചേ. ഉറങ്ങിക്കിടക്കുകയാണ് അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ എണീക്കുന്നത് വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. പിന്നെന്താ ചെയ്യുന്നത്? ബ്രഷ് യുവർ ടീത്ത് ആൻഡ് ടേക്ക് ബാത്ത്. ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. Go to school on time. Play every day. Sleep on time. Okay. Next നമ്മൾ hygiene tips അല്ലേ. hygiene tips ഏതൊക്കെയായിരുന്നു? Wash your hands before and after meals. Okay. Brush your teeth twice a day. Trim your nail. Cover your mouth when you cough. Take bath every day. Cover your nose when you sneeze. Wipe your running nose.
ഓക്കെ നെക്സ്റ്റ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ പഠിച്ച മൈ സ്വീറ്റ് ഹോം, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോംസ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സ്മോൾ ഹൗസ് ഓർ ഹട്ട്, small house or hut, flat or apartment, igloo, big house, bungalow. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം നെക്സ്റ്റ് ക്ലാസ്സിലെ ടീച്ചർ അടുത്ത് എടുക്കത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ മാത്സിലെ ഹോംവർക്ക് ഉണ്ട്. മാത്സിൽ ചെയ്യേണ്ടത് 1 to 5 വരെ 1 ടൈം എഴുതി ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. പിന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ 2 days ഉണ്ട്. 1 to 5 വരെ എല്ലാവരും കാണാൻ എഴുതാൻ പഠിക്കണം. മൺഡേയിലത്തെ ടീച്ചറുടെ ക്ലാസ്സിൽ ടീച്ചർ പറയും വീഡിയോ അയക്കാൻ. അപ്പം 2 days കൊണ്ട് എല്ലാവരും 1 to 5 വരെ നന്നായിട്ട് നമുക്ക് മൺഡേയിൽ ഇടാം. മൺഡേയിൽ ടീച്ചർ പറയാം. മൺഡേ തന്നെ ടീച്ചർ എല്ലാവരും 1 to 5 വരെ കാണാതെ എഴുതുന്ന വീഡിയോ അയച്ചു തരണം. അപ്പം 2 days ഉണ്ട്. സാറ്റർഡേ ആൻഡ് സൺഡേ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ മാത്സിന്റെ ഹോംവർക്ക് എന്താ? 1 to 5 വരെ 1 ടൈം എഴുതി ടീച്ചറിന് അയച്ചു തരണം. നമ്മൾ ഇന്ന് പഠിച്ച കേഴ്സീവ് ലെറ്റർ ഏതാണ്? E says A. E says A. അപ്പൊ E says A 2 പേജ് എഴുതണം. എന്നിട്ട് R to A വരെ 2 ടൈംസ് എഴുതി ടീച്ചറിന് എല്ലാവരും സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, എല്ലാവരും സെൻഡ് ചെയ്ത് തരുമല്ലോ? സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പറഞ്ഞെഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. Deep in the shadows, I know it's hard to put one foot in front of the other. So far is the echo, where do we start? You can learn to discover a million stars. Here in the shadows, I know you're scared. Take my hand, together we'll make a stand. We've got to fight to find a way. Dare to fall to find out what to say. No more hate. Just admit that you're just afraid. Time to let go of all your fears and pride. Stand up beside me, don't you hide. We can build a better place. If we can just find a way, then we can live a better day. Rise from the ashes, from the anger, from the war. Let's come together, lift your spirit for the cause. We should be equal, should be living free. All together, one and all, let's build a dream.